യുവർ പൊസിഷൻ, നിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയുക. ഐ ആം ദ റൈച്ചസ്നെസ് ഓഫ് ഗാഡ്, ഞാൻ ദൈവത്തിൻ്റെ നീതിയാണ്. അത് ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ ബൊമ്പാട് ചെയ്ത് നമ്മുടെ തലയിലോട്ട് ഇങ്ങനെ ദൈവം ഇട്ട് തന്നു. ഐ ആം ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. അപ്പോൾ നമ്മൾ ദൈവം ഇങ്ങോട്ട് പറയാണ് യു ആർ ദ റൈച്ചസ്നെസ് ഓഫ് മീ എന്ന് പറയുമ്പം നമുക്ക് ഉൾക്കൊള്ളാനൊക്കത്തില്ല. കാരണം ഹൃദയപരിച്ഛേദന ഇല്ലെങ്കിൽ അതെങ്ങനെ സാധിക്കും? നമ്മൾ നമ്മുടെ ബലഹീനത വല്ലവരോടും പറയുന്നില്ലെങ്കിലും എല്ലാ വ്യക്തിക്കും പാപജീവിതം അല്ലെങ്കിൽ പാപലോകത്തിൽ ജീവിക്കും നമുക്കെല്ലാവരും ഇംപെർഫെക്റ്റ് ഫീലിംഗ് എപ്പോഴും ഉണ്ട്. ആ പൂർണ്ണത വരുന്നത് ഒരുപക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നത് മരിക്കുമ്പോഴായിരിക്കും. ആർക്കാരും മരിക്കുമ്പോഴായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ആട്ടെ, പൂർണ്ണത നമുക്ക് കർത്താവിൻ്റെത് ഇമ്പ്യൂട്ട് ചെയ്തില്ലെങ്കിൽ ഒരു പൂർണ്ണതയില്ല. പിന്നെ യേശുവിൻ്റെ പൂർണ്ണത ഇട്ട് തരുന്നു എന്നുള്ളത് വിശ്വസിച്ച് ഏറ്റു പറയുമ്പോഴാണ് നമുക്ക് പൂർണ്ണതയുണ്ടെന്നുള്ള ചിന്ത വരുന്നത്. അല്ലെങ്കിൽ വി ആർ ഇംപെർഫെക്റ്റ് ഇൻ എവറി സെൻസ്. അപ്പോൾ ഈ ഇംപെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പൂർണ്ണതയില്ലാത്ത വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറഞ്ഞു പിടിപ്പിക്കുന്നത് അല്ലെ എന്നോട് പറയുന്നത് യു ഷുഡ് നോ യുവർ ലീഗൽ റൈറ്റ്. നീ ആരാണ്? ഞാൻ ഈ ക്രൂശുമരണം ഏറ്റതിനാൽ ഞാൻ ആരേ എന്ന് നീ മനസ്സിലാക്കണം. കാരണം അണ്ടർസ്റ്റാൻഡ് യുവർ ലീഗൽ റൈറ്റ്. ഗോഡ്സ് പീപ്പിൾ നീഡ് ടു ബി ഒഫെൻസീവ്. How clearly you understand righteousness, devil fears those who understand your authority. മലയാളത്തിലേക്ക് പോവുകയാണ്. അതായത് ഈ 2 കൊരിന്ത്യർ 5:21 പറയുന്നു, പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി. എന്തിന്? നാം അവനിൽ ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ നീതിയാകാൻ, പിതാവാം ദൈവത്തിൻ്റെ മുൻപിൽ നീതിയായിട്ട് നിൽക്കുവാൻ വേണ്ടി പാപം അറിയാത്ത യേശുക്രിസ്തു എനിക്ക് വേണ്ടി പാപമായെന്ന്. അപ്പോൾ എൻ്റെ പേര് മാറി യേശു എന്നുള്ള പേര്, എൻ്റെ പേര് യേശു ഏറ്റെടുത്തു. കാരണം എൻ്റെ പാപം മുഴുവൻ അവൻ ഏറ്റെടുത്തു. അവൻ്റെ പേര് എനിക്ക് ഇട്ട് തരികയാണ്. അവൻ്റെ അക്കൗണ്ടിലുള്ളതല്ല എനിക്കായി മാറുകയാണ്. സീ ദ ട്രാൻസാക്ഷൻ. അതാണ് ലീഗൽ പൊസിഷനിൽ. അത് അങ്ങനെ ജീവിക്കുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷേ ഇറ്റ് ഈസ് ദി അബ്സല്യൂട്ട് ട്രൂത്ത്. അതായത് ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ഹൃദയം കൊണ്ട്, ചെവി കൊണ്ട് കേട്ടിട്ടില്ല, ഹൃദയം കൊണ്ട് നിരൂപിച്ചിട്ടില്ല. കാരണം ഇത് മനസ്സിലാക്കാൻ പാടാണ്. പക്ഷെ ആരെങ്കിലും ഒരാൾ ജീവിച്ച് കാണിച്ചാൽ, ക്രിസ്തു ജീവിച്ച് കാണിച്ചപ്പം നമുക്ക് ക്രിസ്തുവിനെ കുറിച്ച് കാണിക്കുമ്പം ക്രിസ്തു ജീവിച്ച് കാണിച്ചു, പാപത്തെ ഏറ്റെടുത്തു, മരണത്തെ ഏറ്റെടുത്തു. പക്ഷെ ക്രിസ്തുവിനെ നമുക്ക് റിലേറ്റ് ചെയ്യണമെങ്കിൽ ആത്മാവ് വരണം, അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാനൊക്കത്തില്ല. നമ്മുടെ കുടുംബജീവിതത്തിലുള്ള പ്രശ്നമൊക്കെ യേശു കുടുംബജീവിതം നയിച്ചു എന്നൊക്കെ നമുക്ക് ചിന്ത വരും. കർത്താവിൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നവും, അതായത് പാപം വഴിയെ സകലത്തിലും മനുഷ്യനെ പോലെ കഷ്ടം സഹിച്ചു എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് റിലേറ്റ് ചെയ്യണമെങ്കിൽ ആത്മാവിൻ്റെ ശക്തി വരണം, കർത്താവിൻ്റെ പരിശുദ്ധ. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് പാപം അറിയാത്തവന്, യേശുവിന് പാപം എന്താണെന്ന് അറിയത്തില്ല. അവിടെ ഒരു വലിയൊരു ചോദ്യമുണ്ടല്ലോ, പാപം അറിയാത്തവളെങ്ങനെയാണ് പാപമാകുന്നു? ഇറ്റ് ഈസ് വെരി വെരി സാഡ് അല്ലേ? പാപം അറിയാത്ത ഒരുവൻ എനിക്ക് നീതി തരാൻ വേണ്ടി ആരുടെ മുമ്പിൽ? പിതാവാം ദൈവത്തിൻ്റെ മുൻപിൽ എനിക്ക് ദൈവത്തിൻ്റെ മകളെന്നുള്ള പദവി തരാൻ വേണ്ടി അവൻ പാപമായി മാറി. കറക്റ്റ്. അതായത് എൻ്റെ മൂത്ത സഹോദരൻ വന്നേച്ചു പറയണം, എൻ്റെ തലയിൽ ഒരു 10 ലോഡ് ഭാരം കയറിയിരിക്കുന്നത് നല്ല കഴിവുള്ള എൻ്റെ മൂത്ത ബ്രദർ വന്നേച്ചു തരാം, ആ ലോഡ് ഇങ്ങോട്ട് ഞാൻ വഹിച്ചോളാം. പിന്നെ എൻ്റെ തലയിലുണ്ടോ ലോഡില്ല? ഈ ഭാരമെല്ലാം മാറിയില്ലേ? പിന്നെ നൂർന്ന് കിടക്കാമല്ലോ. അങ്ങനെ നൂർന്ന് നടക്കാൻ യേശു നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഇന്നും താഴോട്ട് നോക്കി തന്നെ നടക്കും. കൂനിയായ സ്ത്രീയെ 18 വർഷം കൂനിയായിട്ട് നടന്ന സ്ത്രീ താഴോട്ട് മാത്രം നോക്കി നടന്ന പോലെ ഇപ്പോഴും നടക്കുകയാണ്. അവൻ വന്ന് നമ്മുടെ പേർ വിളിച്ചിട്ടും നമ്മൾ നൂരത്തില്ല. കാരണം നമ്മളിത് പരിചയിച്ചു പോയില്ലേ. അതുകൊണ്ടാണ് പറയുന്നത് ഹൃദയത്തിന് പരിച്ഛേദന വേണം. വളരെ വ്യക്തമല്ലേ ഇതിൻ്റെ പരിച്ഛേദന. വി ഹാവ് ടു ബി ഒഫെൻസീവ്. ഒഫെൻസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് ഒരാൾ അറ്റാക്ക് വരുന്നതിന് മുൻപേ നമ്മളെ അങ്ങോട്ട് അവനെ ദുഷ്ടന്. അതുകൊണ്ടാണ് ഈ പിതാവാം ദൈവത്തിൻ്റെ സിംഹാസനം തുറക്കുന്നിടത്ത് നമ്മൾ കാണുന്നുണ്ട് യെശയ്യാ 6:6 പിതാവാം ദൈവമേ നീ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു. കെറൂബുകളും സറാഫുകളും മുഴുവൻ സമയം വട്ടം വെച്ച് ചുറ്റിക്കൊണ്ടിരിക്കുന്നിടത്ത് ഒരു ഡിഗ്രി മാറാനൊക്കത്തില്ല. മാറിയാൽ അവർ ചത്തു വീഴും തീയായിട്ടോ. ഇത് തീയാണ്. അവിടെ അശുദ്ധിക്ക് സ്ഥാനമില്ല. ഈ അശുദ്ധി നമ്മുടെ അടുക്കൽ വരാൻ ഒക്കത്തില്ല. അശുദ്ധി നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ കർത്താവ് ഇപ്പം കാണിക്കുന്ന ഇപ്പം ഈ അശുദ്ധി എന്ന് പറയുന്ന മൊബൈലിൽ കൂടെയും ടെലിഫോൺ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ കൊടുക്കുന്നവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നത് തീർത്തും ടൈം വെച്ച് കൊടുക്കണം, ഒരു നിബന്ധന എഴുതിപ്പിച്ച് കൊടുക്കണം. കുഞ്ഞുങ്ങളോട് പറയണം ഇത് ശരിയായിട്ട് ഉപയോഗിക്കുന്ന സമയം 2 മണിക്കൂർ അല്ലെ അരമണിക്കൂർ, പഠിക്കാനാണെങ്കിൽ ഇത്ര മണിക്കൂർ, ബാക്കി സമയം ടെലിഫോൺ ഫ്രണ്ട് റൂമിൽ ഞാൻ കാണത്തക്ക കൊണ്ടുവന്ന് വെക്കണമെന്ന് പറഞ്ഞു നോക്കിക്കേ.
അതൊക്കെ കതിരെ കൊണ്ടല്ല വളം വെക്കേണ്ടത്. ഇറ്റ് ഈസ് പോസിബിൾ. എന്തെങ്കിലും ഈ നമ്മൾ ഡിസിപ്ലിൻ ചെയ്ത് പിള്ളേരെ പഠിപ്പിച്ചില്ല എങ്കിൽ വഴി തെറ്റിപ്പോകുന്ന ഒരു കാലമാണ്. ദൈവത്തിന് വളരെ നിർബന്ധമാണ് ദൈവസ്നേഹത്തിൽ വളരെ ചില അപ്പനും അമ്മയൊക്കെ വന്നേച്ച് പിള്ളേർ ടെലിഫോണും പിടിച്ച് മുറിക്കകത്തിരിക്കും, സ്കൂളിൽ പോകത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും എവിടെയാണ് എൻ്റെ അപ്പൻ്റെ അതോറിറ്റി എന്ന്. ഞാൻ ചിലപ്പോൾ എനിക്ക് വളരെ നമ്മുടെ അതോറിറ്റിയൊക്കെ അവരങ്ങനെ, അതായത് ദൈവത്തിൻ്റെ അതോറിറ്റി എടുത്ത് ഉപയോഗിക്കാം ഒഫെൻസീവായിട്ട്. എന്നാൽ ചില വീടുകളിലുണ്ട് പുരുഷന്മാർ പറയും ഒക്കത്തില്ല, ഇവിടെ ഞാൻ ചില അമ്മമാർ ഇവിടെ ഞാനൊരു വര വരയ്ക്കുക, അതിൻ്റെ അപ്പുറത്ത് പോയാൽ ഇത്രയും മതി പറയാൻ അറിയാമോ? നമ്മൾ ചുമ്മാതെ ദൈവത്തിന് മക്കളാന്ന് പറയും. നമ്മൾ ഈ തോൽവിയിൽ നിന്നും ജയിച്ച ഒരു ജീവിതത്തിലേക്കും ഭയത്തിൽ നിന്നും വിശ്വാസ ജീവിതത്തിലേക്കും പിന്നെ ഇൻസെക്യൂരിറ്റിയിൽ നിന്നും കോൺഫിഡൻസ്, അതായത് ഞാനൊരു കാര്യം പറഞ്ഞ് അത് നടക്കും അതാണ് നമ്മൾ ഈ സ്ട്രൈവിങ് ആണ്. ജീവിതം മുഴുവനങ്ങ് കഷ്ടപ്പാടും ദുരിതവും പിന്നെന്താ ഞരക്കവും വേവലാതിയും വെപ്രാളും വിപ്രതിയും ഒന്നും ദൈവത്തിൻ്റെ അല്ല. അതെങ്ങനെ മാറ്റും? കർത്താവിൽ വന്നെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആരെങ്കിലും ജീവിച്ചവർ പറഞ്ഞു കൊടുക്കും. അതിനാണ് ഈ സ്ത്രീ സമാജത്തിലെ അതുപോലെ തന്നെ ചെറിയ ഗ്രൂപ്പിലുള്ള മീറ്റിങ്ങിൽ ഒരാൾക്ക് പല കൃപകളുള്ളവരുണ്ടല്ലോ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്. അമേരിക്ക ചെന്നപ്പം തന്നെ പല പിള്ളേർ എൻ്റെ ഇടയ്ക്ക് വിളി വന്ന് ചോദിക്കും, ആൻറ്റി ഇങ്ങനെയാണ്, ഞാൻ ഇത്രയും നാളും കല്യാണം കഴിക്കാതെ ജീവിക്കുകയാണ്, ഞാനൊരു ഡേറ്റിങ്ങിനൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് ഇനി ഞാൻ വല്ലത്തിനും പോകണം. അവർക്ക് അറിഞ്ഞുകൂടെ എന്താ ചെയ്യേണ്ടതെന്ന്. ചില പിള്ളേർ പറയും വേറെ തരത്തിലാണ് ജീവിക്കുന്നത്, ഇനിയും ജീവിതമുണ്ടോ? ഇങ്ങനെയൊക്കെ ഓരോരുത്തർ വന്ന് ചോദിക്കും. ഫണ്ടമെൻ്റലി എന്താണ് ജീവിതമെന്ന് മനസ്സിലാക്കാതെ നമ്മൾ കതിരെ കൊണ്ട് വടം വെച്ചിട്ട് എന്തെടുക്കാൻ സാധിക്കും? ടീച്ച് ദ ചിൽഡ്രൻ വെൻ ദേ ആർ സ്മോൾ. കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കുക. അതിനാണ് ഈ സൺഡേ സ്കൂളുകൾ എന്ന് പറയുന്നതിനൊക്കെ വലിയ പ്രസക്തിയുണ്ട്. എല്ലാ വീടുകളിലും അല്പനേരമെങ്കിലും കുഞ്ഞുങ്ങളെ മോറൽ പ്രിൻസിപ്പിൾസ് പറഞ്ഞ് പഠിപ്പിക്കണം. അവർ നമ്മുടെ കുടുംബജീവിതത്തിൽ കാണുന്നില്ലെങ്കിൽ അതിനുവേണ്ടി പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ അല്ലെ ചർച്ചുകളിൽ പറഞ്ഞു വിട്ട് പഠിപ്പിക്കണം. ദൈവത്തിന് നിർബന്ധമാണ്. യുവർ പൊസിഷൻ ഈസ് അബ്സല്യൂട്ട്ലി ഫിക്സ്ഡ്. സ്റ്റാർട്ട് എൻഫോഴ്സിങ് ക്രൈസ്റ്റ് ഫിനിഷ്ഡ് വർക്ക്. എൻ്റെ പദവി പൂർണ്ണമായിട്ടും തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. കർത്താവ് ക്രൂശിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഇത് പൂർത്തിയാക്കിയെന്ന് പറഞ്ഞവൻ പൂർത്തിയാക്കിയത് തന്നെയെന്ന് എന്തുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല? പൂർത്തിയാക്കിയെന്ന്. ഇപ്പോൾ അമ്മമാർ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി മേശപ്പുറത്ത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഇവരാരും വരത്തില്ല. ഇപ്പോഴത്തെ മൊബൈലുണ്ടെങ്കിൽ ഒട്ടും വരത്തില്ല. ചില അമ്മമാർ ബെല്ലടിക്കും, അന്നേരം വന്നിട്ട് ആദ്യം മൊബൈൽ കയ്യിലോട്ട് വാങ്ങിച്ചിട്ട് ഭക്ഷണം വിളമ്പിയെടുത്ത് കഴിക്കാൻ പറയും. ഓരോന്നിച്ച് വളരെ നിർബന്ധം. അവിടെ ഇത് കൊടുക്കുന്നത് തന്നെ തെറ്റ്, പോട്ടെ, അല്ല എങ്ങാലും എൻഫോഴ്സ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? നമ്മൾ കുഞ്ഞുങ്ങളെ വേണ്ട വഴിയിൽ വളർത്തിയില്ല എങ്കിൽ ഒരു നിമിഷം കൊണ്ട് വഴിതെറ്റിപ്പോകുമെന്ന് ഓർക്കണമേ. അപ്പോൾ ഇറ്റേണൽ ലൈഫിന് വേണ്ടി ഭൂമിയിൽ കുറച്ച് നാളത്തേക്ക് ജീവിക്കുന്ന മനുഷ്യരാന്നുള്ള ബോധം നമുക്കുണ്ടാണ്. ഈ ലോകത്തിൻ്റെ സുഖം എന്ന് മാത്രം പഠിപ്പിക്കാതെ ഈ ജീവിതം എന്ന് പറയുന്നത് ഇവിടെ ഒരു ചെറിയ പ്രവാസ ജീവിതമാണ്, ഇത് കഴിയുമ്പോൾ ഒരു ജീവിതമുണ്ട് എന്ന് നമ്മൾ വിശ്വാസികൾ പ്രത്യേകം പറഞ്ഞു പഠിപ്പിക്കും. മറ്റു പദങ്ങളും വിശ്വസിക്കുന്നുണ്ട്. പലരും റീഇൻകാർണേഷനുണ്ട്, മറ്റതുണ്ട്, മരിച്ചതുണ്ട്, വേറെ ആളായിട്ട് വരും, കയറും, പണ്ട് ജീവിച്ചൊരു കയറും എന്നൊക്കെ പഠിപ്പിക്കും. പക്ഷേ വേദപുസ്തകത്തിൽ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. വേദപുസ്തകം പറഞ്ഞ ഇറ്റേണൽ ലൈഫ് ഈസ് ദ വെരി നേച്ചർ ഓഫ് ഗാഡ്. നമ്മുടെ നിത്യമായ ജീവൻ എന്ന് പറയുന്ന എൻ്റെ ദൈവത്തിനകത്ത്, അത് യേശുവിലാണ് നിൽക്കുന്നത്. ആ നിത്യജീവനിലേക്ക് കയറണമെങ്കിൽ യേശു അല്ലാതെ വേറൊരു വഴിയും ഇല്ല, വേറൊരു വഴിയും തന്നിട്ടില്ല മനുഷ്യന്. ആ നിത്യജീവൻ യേശുവിൽ തന്നെയാണെന്നുള്ള ബോധം വരുമ്പോൾ എനിക്ക് ഇത് ഞാൻ കാര്യം നേടുന്ന കാര്യമല്ല പറയുന്നത്. നിത്യമായ ജീവനിൽ ഒരല്പകാലം 70, 80 അല്ലെങ്കിൽ 100 വയസ്സ് വരെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തീരുമാനമെടുക്കേണ്ടത് ഈ ജീവിക്കുമ്പോഴാണ്, മരിച്ചു കഴിഞ്ഞിട്ടല്ല തീരുമാനം എടുക്കേണ്ടത്. ജീവിക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കണം. ഐ ബിലോങ് ടു ക്രൈസ്റ്റ്. ഇറ്റേണൽ ലൈഫ് ഈസ് ദ വെരി നേച്ചർ ഓഫ് ഗോഡ്. അതിനോട് കണക്ട് ചെയ്യണം. നമുക്ക് എങ്ങനെ പോയാലും അത് കണക്ട് ചെയ്തിരിക്കണം. അത് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ദിനം പ്രതി വചനം പറയുക, വചനം എടുക്കുക, വചനം വായിക്കുക, വചനത്തിൽ ഉൾക്കൊള്ളുക. ഭക്ഷണം 4 നേരം കഴിക്കുന്ന പോലെ തന്നെ കഴിക്കണം. ദാവീദ് 7 വട്ടം പ്രാർത്ഥിച്ചെന്ന് പറയുന്നുണ്ടല്ലോ. താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് ചെറുതായിട്ട്. ഇപ്പോൾ റോമർക്കെഴുതിയ ലേഖനം 5:17 പറയുന്നു, ഗിഫ്റ്റ് ഓഫ് റൈറ്റ്ഷ്യസ്നെസ്, അതായത് നീതി എന്ന് പറയുന്നത് എൻ്റെ ഗുണമൊന്നുമല്ല.
ഇതൊക്കെ ലീഗൽ ടേംസാണ്. അത് നീതി എടുക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ റൈച്ചസ്നെസ് എന്ന ഇംഗ്ലീഷ് പറയുന്നത്, റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ദ ലോഡ്. ഞാൻ ഇന്ന് വരെ ജീവിച്ച രീതിയിൽ നിന്ന് മാറി യേശു ഇവിടെയാണെങ്കിൽ യേശുവിൻ്റെ കൂടെ നിൽക്കുന്നു. ദാറ്റ് ഈസ് ഓൾ ഇറ്റ് ഈസ്, റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ദ ലോഡ്. അവിടെ പോയി നിൽക്കണം, ബാക്കി പിന്നെ പഠിപ്പിച്ചെടുത്തോളും. റോമർക്ക് എഴുതിയ ലേഖനം 5:17 ഇങ്ങനെയാണ് വായിക്കുന്നത്. 5:17 ഇങ്ങനെ വായിക്കുന്നു: ഏകൻ്റെ ലംഘനത്താൽ മരണമായ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിച്ചവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം എത്രയും അധികമായി ജീവനിൽ വാഴും. പല പ്രാവശ്യം ഇത് വായിക്കണേ. ഏകൻ്റെ ലംഘനത്താൽ, ആദിയാദത്തിൻ്റെ ലംഘനം കൊണ്ട് മരണം വന്നു, ആ ഏകൻ നിമിത്തം മരണം വാണു എങ്കിൽ കൃപ, ഇപ്പം നമ്മൾ കൃപയിലാണ്, കൃപയുടെയും നീതിദാനം, നീതി എന്ന് പറയുന്നത് തന്നെ നേടുന്നതല്ല, ദൈവം തരുന്നതാണ്. അതിനാ ദാനമെന്ന് പറയും. ദാനം നിന്നാൽ പിടിച്ചോ മോളെ, ടേക്ക് ഇറ്റ്. നീതിയുടെ ദാനം, നീതിദാനത്തിൻ്റെയും സമൃദ്ധമായ നീതി ലഭിച്ചവർ എന്ന് വചനം പറയുന്നു. സമൃദ്ധി യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി അവനിൽ വാഴുമെന്ന്. വി ആർ റൂളിങ്, റെയിനിങ്, വി ആർ ആക്ച്വലി ടേക്കിംഗ് അതോറിറ്റി. എത്ര പേര് ഏറ്റെടുക്കുന്നുണ്ട്? അതോറിറ്റി ഏറ്റെടുക്കുന്ന പല വ്യക്തികളെ എനിക്കറിയാം. എൻ്റെ ഈ വചനം ദിനം പ്രതി കേൾക്കുന്ന വ്യക്തികളിൽ ഓട്ടോമാറ്റിക്കായിട്ട് വ്യത്യാസം വരുന്നത് ഞാൻ കാണുന്നുണ്ട്. അവരുടെ സംസാര രീതിയിൽ, പ്രസംഗത്തിൽ, അവരുടെ നടപ്പിൽ, അവരുടെ ജീവിത ശൈലിയിലൊക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് വ്യത്യാസം വരുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ പലരെയും ചെക്ക് ചെയ്യും. എനിക്ക് നമ്മളെ വചനം കേൾക്കുന്ന കുറേ ആളുകൾ നമുക്ക് എപ്പോഴും നമുക്കറിയാവുന്നവരുണ്ടല്ലോ, അവരിലുള്ള മാറ്റം ഞാൻ കണ്ടു. കാരണം വി ബിക്കം ദ വോയിസ് വിച്ച് ഈസ് കറക്റ്റിംഗ് ദം കോൺസ്റ്റൻ്റ്ലി ആൻഡ് വാഷിംഗ് ദം വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് വചനം പറയണം, സമയത്തും അസമയത്ത് എപ്പോഴും. ആരെങ്കിലും ഇപ്പോൾ നമ്മൾ വിചാരിക്കുമോ മറ്റവർ പറയാനുണ്ടല്ലോ, അവർ പറയട്ടെ, ഈ ഭൂമിയിൽ ഇത്രമാത്രം സ്ഥലമുണ്ട്, ഞാൻ പറയുന്നിടത്തല്ലല്ലോ അവർ പറയുന്നത്, പറഞ്ഞോട്ടെ. അനേക മക്കൾ ഇറങ്ങി വരട്ടെ. 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ എന്തെടുക്കാമെന്ന് ഞാൻ ചിലപ്പം ചോദിക്കും. 60 വയസ്സിനുള്ള പുരുഷന്മാർ റിട്ടയർ ആയിട്ടിരിക്കുന്നവർ എന്തെടുക്കുന്നു? എന്തുകൊണ്ട് ഈ വചനം എടുത്ത്? ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കോഴിക്കോടായിരുന്നു ഇപ്പോൾ ഡോക്ടർ, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ CEO ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ കോഴിക്കോട് ഞങ്ങൾ വചനം പ്രഘോഷിക്കാൻ പോകും. അവിടെ ബീച്ചുകൾ ഒത്തിരി ഉണ്ടല്ലോ. ഞാൻ ഈ വചനം എടുത്തുകൊണ്ട് പോയിട്ട് വചനം പ്രസംഗിക്കും. നല്ല കൺവെൻഷൻ പോലെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, ചില വചനങ്ങൾ എഴുതിയ പേപ്പറുകൾ ട്രാക്റ്റിലൊക്കെയുള്ള അതുകൊണ്ട് ഞാൻ ആ മണ്ണിനകത്ത് കുഴിച്ചിടും. കാരണം വിത്താണിത്. ഈ മണൽത്തരിക്കകത്ത് ഇത് കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നറിയത്തില്ല, പക്ഷേ അടുത്ത വർഷം തൊട്ട് അവിടെ സുവിശേഷകർ വന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളിട്ട വിത്ത് മണ്ണിനകത്ത് കുഴിച്ചിട്ടത് ദൈവം കണ്ടു. അമേരിക്കയിൽ ഒരു സ്ഥലത്ത് പിന്നെ അക്രൈസ്തവരുടെ ഒരു പള്ളി പണിയാനായിട്ട്, അവരുടേതായിട്ടുള്ള ആലയം പണിയാനായിട്ട് സ്ഥലമെടുത്തു. 4 വയസ്സുള്ള ഒരു പെൺകുട്ടി ചെറിയൊരു കോയിൻ കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് ഇവിടെ ഇടുന്നു, ഇവിടെ ഈ പള്ളിയെ ദൈവത്തിൻ്റെ അല്ലാത്ത ഒന്നും വരുന്നു. അവിടെ പിന്നെ പള്ളി പണിതില്ല. ഇതൊക്കെ അനുഭവങ്ങളാണ്, അനുഭവങ്ങൾ. നമ്മൾ താമസിക്കുന്നതിന് ചുറ്റും ദുഷ്ടൻ വരാൻ ഒക്കത്തില്ല. പറയുക ഒഫെൻസീവ്. 700 കിലോമീറ്റർ, 7000 കിലോമീറ്റർ എത്ര വായുമണ്ഡലം, വെള്ളം, സമുദ്രമധ്യേ ഗർജിക്കുന്ന ദൈവശബ്ദം വചനത്തിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഈ വചനത്തിന് ശക്തിയുണ്ട്. ഇത് പോയി പ്രവർത്തിച്ചിട്ട് ശത്രുവിനെ കണ്ടുപിടിച്ച് ഇല്ലാതാക്കി ദൈവമക്കളെ തിരിച്ചു കൊണ്ടുവരുന്നു. ഇതൊക്കെ ആത്മാവിൻ്റെ ശക്തിയിലാണ് പോകുന്നത്. ദൈവം അങ്ങോട്ട് ഇപ്പോൾ റൈച്ചസ്നെസ്സിനകത്ത് നമ്മൾ പറയുന്നത്, നമ്മൾ ഈ മനുഷ്യൻ്റെ പെർഫോമൻസ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. റൈച്ചസ്നെസ് വിത്ത് ഹ്യൂമൻ. അപ്പോൾ അതിനെക്കുറിച്ച് അടുത്ത ദിവസം എടുക്കാൻ ആഗ്രഹിക്കുന്ന നീണ്ട ഒരു, നമ്മൾ മാനുഷിക നീതി അല്ല ഞാൻ സംസാരിക്കുന്നത്, ദൈവനീതി. ഇറ്റ് ഈസ് ഇംപ്യൂട്ടഡ്, തന്നതാണ്. അതൊക്കെ നിയമപരമായ വാക്കുകളാണ്. ഇംപ്യൂട്ട് എന്ന് വെച്ചാൽ ഒരാൾക്ക് ഇല്ലാത്തതിന് ഇട്ട് കൊടുക്കുക. വസ്ത്രം ഇല്ലാത്തതിന് നമ്മൾ കാണുക, അവനൊരു വസ്ത്രം എടുത്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരും, അവർക്ക് വസ്ത്രം കൊടുക്കുക, നമ്മൾ ഉടനെ തന്നെ ഓടിച്ചെന്ന് നല്ലൊരു വസ്ത്രം എടുത്ത് ഇടിയിപ്പിക്കും. ദെൻ ഈസ് നോ മോർ, അവൻ പിന്നെ നഗ്നനല്ലല്ലോ. എന്തുകൊണ്ട് നമുക്ക് ആത്മീയ ഗോളത്തിൽ അതുപോലെ ചെയ്യാൻ സാധിക്കുന്നില്ല? ചെയ്യുവിൻ. നമുക്ക് ചെറിയ കാര്യത്തിൽ അല്പത്തിൽ വിശ്വസ്തരാകുമ്പോൾ ദൈവം നമ്മളെ കാണും, അധികത്തിൽ വിചാരകനാക്കും. നാഥ, നിൻ്റെ മുൻപിലേക്ക് കടന്നു വരികയാണ്. വളരെ വളരെ ദുഃഖത്തോടെ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത പലരും വിളിക്കും. എന്തുത്തരം കൊടുക്കണം നമുക്കും അറിയത്തില്ല. പക്ഷെ 4 വചനം സങ്കീർത്തനങ്ങളെടുത്ത് വായിക്കാൻ പറയുമ്പോഴും
അവർക്ക് ആ ബലം കിട്ടും കർത്താവേ. അതെങ്കിലും പറയാനുള്ള സാവകാശം. ചിലർക്ക് കേൾക്കാനൊന്നും ആഗ്രഹമില്ല, പക്ഷെ എന്നാലും പറയാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. ആരെയും വിധിക്കാതെ കാണാനുള്ള കൃപയും ഞങ്ങൾക്ക് തരണം. അതൊക്കെ ഞങ്ങൾക്ക് മാറേണ്ടിയിരിക്കുന്നു. പക്ഷേ എല്ലാവരും വിധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനുള്ള ധൈര്യം വരത്തില്ല. പക്ഷെ നീയാണ് ഒരാളെ നമ്മുടെ മുമ്പിലേക്ക് വിട്ടത് എങ്കിൽ ആ വ്യക്തിക്ക് ചെയ്തു കൊടുക്കേണ്ട സഹായം നമ്മളിൽ കൂടെ, അതല്ല എങ്കിൽ വേറൊരാളിൽ കൂടെ എങ്കിലും ആ സഹായം ഏൽപ്പിച്ചു കൊടുക്കണം. വിളവ് നിറഞ്ഞു കിടക്കുക പക്ഷെ കൂലിക്കാരും വേലക്കാരില്ല. അധിക വേലക്കാരെ ഇറക്കണമേ ഈ വയലിലേക്ക്, അധിക വേലക്കാരെ വിശ്വസ്തരെ ഇറക്കണമേ എന്ന് പ്രാർത്ഥിക്കും. സമയം കഴിയുന്നു കർത്താവേ. എൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുക്കത്തോടെ 5 ബുദ്ധിയുള്ള കന്യകമാരെ പോലെ എത്ര പേര് ജീവിക്കുന്നു. അത് ആ വിശുദ്ധി, നമ്മൾ നിൽക്കുന്നിടം ഒരു വിളക്ക്, തീ കത്തി നിൽക്കുന്ന വിളക്ക്, നമ്മൾ നിൽക്കുന്നിടം ഒരു വെട്ടമുള്ള ഒരു പട്ടണമായിട്ട് മാറ്റാൻ നിനക്ക് കഴിയും. അതേപ്പറ്റി ചെയ്തേ പറ്റൂ കർത്താവേ. നീ അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. മാനവും മഹത്വവും യശസ്സും നിനക്കുള്ളത് തന്നെ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.